ഇതിലേക്ക് അപ്പേ കുക്കറിൽ ചായ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഉമ്മ? കുക്കറിൽ ചായ ആരും വെക്കണ ഞാൻ കണ്ടില്ല. ഇച്ചിരി വരിക എങ്ങനത്തെ ചായ എന്നാ ചൊന്നും ഉണ്ടാക്കിയ അല്ല ഉണ്ടാക്കാൻ പോണ കുക്കറിൽ എങ്ങനെ ഉണ്ടാവും? ചായ ഉണ്ടാക്കൽ എങ്ങനെയൊക്കെ കുക്കറിൽ ചായ ഉണ്ടാക്കൽ രണ്ട് കുറേ നേരമായല്ലോ ഇതിലോട്ട് പോന്നിട്ട്. എന്താ പരിപാടി? രണ്ടിനും? ആ കുഞ്ഞിക്കാക്കി ഉണ്ടല്ലോ കൂടെ. ഈ ഉണ്ടോ? ഇതെന്തൊക്കാ? നിങ്ങൾ രണ്ടാളും നനക്കുക. അപ്പം ഇന്ന് ഈവനിങ് ഇങ്ങനെ ഇരുന്നപ്പം ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്ത് ചായ എന്ന് വെച്ചാൽ ഈ ഒരു ചായ ഒരു പ്രത്യേകത ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില ആളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ചില ആളുകൾ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഒരു ദം ചായ. അപ്പോൾ ഉമ്മാൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കാരണം ഉമ്മ ചിലപ്പം നല്ല വഴക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചായ ഒന്നും ആരും കുക്കറിൽ സാധാരണ വെക്കാറില്ലല്ലോ. അപ്പോൾ ഉമ്മ വേണമെങ്കിൽ ഉമ്മ ഉപ്പേരിയെല്ലാം വെക്കുന്ന ആളാണ്, പക്ഷെ ചായ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ചായ വെക്കുന്ന ഉമ്മ കേട്ടിട്ടുമില്ല. അപ്പോൾ ഞാനിത് ചായ കുക്കറിൽ വെക്കാമെന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ റിയാക്ഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറയട്ടെ, ഞാനൊരു വെറൈറ്റി ചായ ഉണ്ടാക്കി തരാം, അത് കുക്കർ ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഉമ്മ പറയണതെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ചായ കൊടുക്കുമ്പോൾ ഉമ്മ എന്താണ് പിന്നെ മാറ്റി പറയുമെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മളെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നേരെ നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് കാര്യം അവതരിപ്പിക്കാം. ഓക്കെ, പോലി ഇങ്ങോട്ട് വരി. നിങ്ങൾക്കേ ഇന്നൊരു വെറൈറ്റി ചായ ഉണ്ടാക്കി എന്നാലാണ്. ചായ എങ്ങനെ അറിയോ? കുക്കറിൽ ചായ ഉണ്ടാക്കിയെന്നാലോ? കുക്കറിൽ ചായ ഉണ്ടാക്കിയാൽ കഴിച്ചൂല. ആര് പറഞ്ഞു എന്നോട്? അല്ല, കുക്കറിൽ ചായ ഉണ്ടാക്കിയാലോ? നിങ്ങൾ ഉപ്പേരിയൊക്കെ വെക്കണല്ലേ? നോക്ക്, നിങ്ങൾ വെക്കണ്ടോ? കുക്കറിൽ ചായ വെച്ച് നോക്കില്ല. ചായയും കോഴിമുട്ടി പീങ്ങില്ല, അല്ലാത്തൊക്കെ കുക്കറിൽ ചെയ്യും. അല്ല, സാധാരണ നിങ്ങൾ ഉപ്പേരിക്ക് വെക്കലില്ലേ? ആ ഉപ്പേരി വെക്കും. ഉപ്പേരി കാണണം. അപ്പൊ ചായ വെച്ചാല് കൊളാവോ? ചായ ആരും വെക്കണ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. കോഴിമുട്ട പിഴുങ്ങലുണ്ടോ? കോഴിമുട്ട ചിലവരൊക്കെ പിഴിക്കും, ഞാൻ പിഴിഞ്ഞില്ല. അല്ല, ചായ വെച്ചാലോ? നമുക്ക് ചായ കുക്കറിൽ പാത്രമൊക്കെ ഇല്ല, ഞാൻ വെക്കൊക്കെ അങ്ങനെയല്ല, വിസിൽ വരണം. വിസിൽ വരിക എങ്ങനത്തെ ചായ എന്നാ ചൊന്നും ഉണ്ടാക്കിയ? അല്ല, നിങ്ങള് എന്താ പറയാ, ഉപ്പേരി വെക്കലില്ലേ? ഉപ്പേരി വെക്കും, അതിന്റെ പാകത്തിനായ നല്ല ഉപ്പേരിയാവും. എങ്ങനെ ഉപ്പേരി? കുക്കറിലല്ലേ വെള്ളം ഓവർ വെള്ളം വെക്കൂല. വെള്ളം വെക്കൂല. ഈ വെയിറ്റ് ഇടാതെ വെയിറ്റ് ഇങ്ങനെ വരാൻ കാലാണ്ട് എടുക്കുക. എന്നിട്ട് ആ വിസില് ഉപ്പേരി നല്ല വിസിൽ വരണ്ട. ഉപ്പേരി കുക്കറിൽ വിസിൽ വന്നാ ചെയ്യൂലേ? അല്ല, ഞാൻ ഉണ്ടാക്കാൻ പോണ ചായ ഒരു വിസിൽ വരണം. അതെന്തൊരു ചായ? നാട്ടിലില്ലാത്ത ചായ. ഞാൻ നസ്മിനാന്റെ ചായ. അല്ല, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ചിലപ്പോ അങ്ങനെയല്ലേ പരീക്ഷണം. ഞാനേ ഒരു ചായ ഉണ്ടാക്കാൻ പോണു കുക്കറിൽ. എങ്ങനെ ഉണ്ടാവും? ചായ ഉണ്ടാക്കൽ എങ്ങനെയൊക്കെ കുക്കറിൽ ചായ ഉണ്ടാക്കൽ നിങ്ങൾ ഉണ്ടാക്കണ്ടോ? ചായ ഉണ്ടാക്കിയാലോ? ഒരു വിസിൽ കഴിച്ചു കുട്ടിയെ പാലും ഒക്കെ ഉണ്ടാക്കി ഇട്ടു വെക്ക്. പരീക്ഷിച്ചാൽ നമുക്ക് സാധനം വെറുതെ കളയേണ്ടി വരും. ഒരു പാക്ക് പാല് തരും നിങ്ങള്? ആ, പാലും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ചിന്ത അനുസരിച്ച് സാധനം ഇല്ലോണ്ട് പിന്നെ കുഴപ്പമില്ല, പരീക്ഷിക്കാം. അപ്പൊ രസം ഉണ്ടാവില്ലേ? നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണി. രസം പെട്ടെന്ന് വിസില് വരിക്കണം, ഒരു വിസില് വരിക്കണം. ചായപ്പൊടി കഴിച്ചൂല. സ്ട്രോങ് ചായക്കാർക്കൊക്കെ ചായപ്പൊടി ഇടണം, പാലൊക്കെ ഇടണം. സ്ട്രോങ് ചായക്കാർക്ക് പറ്റും തോന്നുന്നു. പറ്റുമോ? കുക്കറിൽ ഞാൻ നോക്കിയില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട്, പറ്റുമോ പറ്റൂല എന്ന്. അപ്പനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്താമാണെങ്കിൽ നല്ല ചായ ആവും, എന്തോ അറിയില്ല. അപ്പൊ പരീക്ഷണം എന്താ എങ്ങോട്ട് മാറി? കാറ് വരുന്നേ, രക്ഷപ്പെടണോ? നിങ്ങളെങ്ങട്ടാ പൈൻ്റെടാ? നിങ്ങൾക്കൊരു വെറൈറ്റി ചായ ഉണ്ടാക്കി എന്നിട്ട് പോവേ. എങ്ങട്ടാ ഇത് തിരിച്ചു പോണേ? ഞങ്ങൾ പോരണോ? ഞാനും മീൻ മറ്റേ അല്ല, എങ്ങട്ടാ നമ്മളെ ഉണ്ടാതമ്മ?
കുരുമുളക് പറിക്കാൻ വേണ്ടി കാറായിട്ടാ പോണേക്ക? അല്ലേ തോട്ടത്ത് പോയിക്കാരോ കാറായിട്ടല്ലേ? അല്ലെന്ന് സൈഡിക്ക് കിട്ടും ഞാൻ ഉണ്ടായെടുക്കും. അപ്പോൾ ഇതാ നമ്മൾ പ്രഷർ കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 കപ്പ് പാലൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ദം ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതൊരു 4 ഏലക്കായും പട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കടുപ്പത്തിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ചായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രഷർ കുക്കർ നല്ല അടക്കണം കേട്ടോ. അടച്ചതിന് ശേഷം ഒരു വിസിൽ വരിക്കണം. അപ്പോഴേ നമ്മൾ ചായ റെഡി ആവുള്ളൂ കേട്ടോ. നിങ്ങൾ ഉപ്പേരിയൊക്കെ കുക്കറിലൊക്കെ ഇല്ല, അതുപോലെ ഞാൻ ചായ ഒന്ന് കുക്കറിൽ വെച്ച് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടാവും? ആദ്യമാഴ്ച അതാണ് ദം ചായ. ഒരു വെറൈറ്റി ചായയാണ്. ഒന്ന് നോക്കാം. ദം ചായ ഒരു വിസിലരണം. പൊടിയിട്ടാ കഴിച്ചൂലി തോതിൽ ചായപ്പൊടി ഇട്ട് കാട്ട് കുക്കറിൽ വെക്കണ. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഉറപ്പല്ലേ? പാലുണ്ടോ? ചായപ്പൊടിയും ഇതും ഒക്കെ പാടെ ഒപ്പല. ഇത് ചായ രസം തോന്നുന്നു. ഇതിന്റെ ഇത് വന്നിട്ട് എടുത്ത് തുറക്കുക. ആവിക്കോട്ടെ, ചായയല്ലേ? എന്നാലും ആദ്യം പറഞ്ഞു, ആദ്യം ട്രൈ ചെയ്യണ്ടേ. അതാണ് ദം ചായ. ചായപ്പൊടി വെള്ളം പിന്നെ പാലും. 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പാല്, ഏലക്കായി, പട്ട, പിന്നെ അതുപോലെ ഇഞ്ചി, പഞ്ചസാര, ചായപ്പൊടി. ഒരു അടിപൊളി വെറൈറ്റി ചായ വരെ ദം ചായ. അപ്പൊ ഉമ്മ അതിന് കഴിക്കും. ടേസ്റ്റ് ഉണ്ടാവില്ല. ഉമ്മ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. കാല് മാറി. ഇതാണ് നമ്മളെ ദം ചായ റെഡി ആയിട്ടുണ്ട്. പൊടിയില്ല, അരച്ച ക്ലാസ് പറഞ്ഞാല് അതിൽ വെക്കരുത്. വെള്ളം പിന്നെ ഇഞ്ചും അതുകൊണ്ട് കുടിച്ചാൽ ഉഷാറ്. ഞാനൊരിത്തിരി വേണ്ട, അത് മതി. അത് നല്ലതായിട്ടൊരു എടുക്കുക. മധുരം വേണോ? ഓന് മധുരം ഇത് മതിയാവും. ഞാൻ ചായപ്പൊടി വെള്ളം മാത്രമാണ്. കക്കൂസ് ഇമ്മതുണ്ടാക്കിയപ്പോ പറഞ്ഞേ ചായപ്പൊടി ആദ്യമായിട്ടോ ചായ ആദ്യമായിട്ട് കുക്കറിൽ വെക്കണ കാണാറിനെ. ഇപ്പൊ ട്രാക്ക് മാറ്റി ടേസ്റ്റ് ഉണ്ട്. പല അത് കാച്ചാട്ട് വെച്ചാൽ അല്ലേ ഇത് സംഭവം ശരിയാ. തിളക്കണ ഇടയല്ലേ ചായപ്പൊടി ആവുള്ളൂ. തിളക്കും ചെയ്ത് സംഭവം ശരിയാ. പഞ്ചസാര ഇടണം. നിങ്ങൾ കുടിച്ച് നിങ്ങൾ എന്തായാലും സാധാരണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചായ, ദം ചായ അല്ലേ. പാല്, ഏലക്ക വേണം, സമാധാനം വേണം. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഉമ്മ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ ഒരിക്കലും നമ്മൾ കുക്കറിലൊന്നും വെക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും ഉമ്മ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഈവനിങ് വ്ളോഗാണ് സൺഡേയിലെ. അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീഡിയോസ് ആയിട്ടാണ്, നമ്മളെ ഫാമിലി വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഇതാ ഈവനിങ് ഹസ്ബൻഡ് നൂട്ടിലെയും അതുപോലെ തന്നെ ബ്രെഡും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡാണ് കൂടുതൽ ഇവിടെ വാങ്ങി വെക്കാറ്. കാരണം ഞാനതാണ് കൂടുതൽ കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു നൂട്ടലിലെ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡ്രൈ ആവില്ല. അപ്പോൾ അത് പെട്ടെന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിൽ ജസ്റ്റ് ആ ഒരു ബോട്ടിൽ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ ഇത് ഹസ്ബൻഡിന് കൊണ്ടു കൊടുക്കുകയാണ്. ആള് TV കാണുകയാണ് കേട്ടോ. ചുമക്കണുണ്ടല്ലോ. അത് ഞാൻ ഫില്ല് ചെയ്തതാണ്. മിൻകുട്ടി അങ്ങനെ കഴിച്ചോട്ടോ. ടേസ്റ്റ് ഉണ്ടോക്ക്? ബെഡിലാക്കല്ലേ കേട്ടോ. എന്നിട്ട് കുൽക്കു കഴിഞ്ഞിട്ട് കിടക്കണേ. കാറ്റും കാണുന്ന തിരക്കില്ല. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. അപ്പോൾ ഇന്ന്
ഇന്ന് രാവിലെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറേ തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഈവനിങ് അലക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചെടിയൊക്കെ നനയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അലക്കിയിട്ട് ഇട്ടതിന് ശേഷം ചെടി അലക്കാമെന്ന് വിചാരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇക്കാൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അത് അലക്കിയിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ കല്ലിലാണ് അലക്കൽ. കാരണം നമ്മൾ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ മെഷീൻ ആയതുകൊണ്ട് ഈ ഒരു സംഭവമാണ് ശരീരം അനങ്ങിയിട്ടുള്ളൊരു പണിയില്ലേ. അപ്പം ഞാൻ ഇവിടെ കൂടുതൽ അലക്കലൊക്കെ കല്ലിലാണ്. നമ്മൾ അടുക്കള ഭാഗത്താണ് ഈ ഒരു കല്ല് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈവനിങ് ചെടി നനയ്ക്കുന്ന ഡ്യൂട്ടി എനിക്ക് തന്നിട്ടുണ്ട് ഇക്ക. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. കാരണം നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് കാരണമാണ് നമ്മൾ വീഡിയോ ഇടാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തുടർന്ന് നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകണം. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ നമ്മളെ ചാനൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചെയ്യണക്ക എന്തോ പുതിയ എന്തോ ഒരു പദ്ധതികൾ ഇവിടെ ഉണ്ടല്ലോ. അല്ല നമ്മള് 2 ദിവസം മുന്നേ നോക്കിയപ്പോ എത്ര വലിപ്പല്ലായിരുന്നല്ലോ. അയ്ക്കാ ഇത് പോയല്ലോ, കരിഞ്ഞു പോയല്ലോ. അതിനെന്തോ പറ്റിയല്ലോ. ആരും നനക്കൂല. അതിന് അപ്പൊ ഞാനൊരു എളുപ്പപ്പണി എടുത്ത് കുറഞ്ഞ ചെലവിലേ ഒരു ഡ്രിപ്പിംഗ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കുകയാണ്. അതായത് കുറഞ്ഞ ചെലവില് ആണുങ്ങളെ സഹായമില്ല, പെണ്ണുങ്ങളെ സഹായം. ഇതൊന്നാണ് സ്വിച്ച് ഇട്ടാലേ അങ്ങനെയല്ല, ആരെ സഹായം വേണ്ട. ഇങ്ങനെ ഒരു പൈപ്പ് അതിന് കുറെ നല്ല എക്സ്പെൻസ് ഉണ്ടാക്കാം. ചെറിയ പൈസ ഉള്ളു. നമ്മളിവിടെ തിരിച്ചാ വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്യും. 5 റുപ്യ 2 റുപ്യ ആ റേഞ്ച് ഉള്ളു. പൈപ്പിനാണ് 12 റുപ്യ അത്രേ ഉള്ളൂ മീറ്ററിന്. ഇവിടെ എന്താ ചെയ്യുക, അതിലിങ്ങനെ ഇതാക്കുക. ഞാൻ കാണിച്ചില്ല, അത് ഫിറ്റാക്കിട്ട് കാട്ടിത്തരാം. കുഞ്ഞാ വഴിയെടുത്താ. എന്തായാലും കൃഷിക്കാരനെയാണ് കല്യാണം കഴിച്ചാൽ ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഹരം തോന്നി? പക്ഷെ ഞാൻ കല്യാണം കഴിച്ച ഉടനെ ഒന്നും ഇത്ര ഹരത് ഞാൻ കണ്ടില്ലല്ലോ. ഒരു ടൈം പാസ് അല്ലേ. പക്ഷെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കോ ഇയാൾ കൃഷിക്കാരനാണോ. പക്ഷെ ഇക്കാക്ക് ഇതൊരു ഒരു നേരം പോക്ക് മാത്രം കേട്ടോ. ഇവിടെ വീട്ടുകാരെ കൂടെ ഇങ്ങനെ കാര്യമായിട്ട് കറിയിരുന്ന് കൊത്തിമാന്ത അതൊരു അരം, അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന കെട്ടിയോനാണിത്. അപ്പോൾ ഇതാ ഇക്ക പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഇതാ സ്പ്രേ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവം അല്ലേ. സംഭവം സക്സസ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കൃഷിത്തോട്ടത്തിലൊക്കെ സംഭവം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇതാ കണ്ടി വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ സംഭവം. അപ്പോൾ നമുക്ക് മെനക്കെട്ട് നനക്കും വേണ്ട സംഭവം. കൃഷിയാണെങ്കിൽ നനഞ്ഞ് കിട്ടും ചെയ്യും. ഇവിടെയൊക്കെ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ തലക്കലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 കളറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജമന്തി. അപ്പോൾ അതിതാ നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഡെയിലി ഇക്ക നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇക്കാക്ക് ഗാർഡന് അതുപോലെ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. ടൈം പാസിന് മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ നോക്കിയെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു വെറൈറ്റി വീഡിയോനെ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.